സോ ടോക്കിംഗ് അബൌട്ട് ഡ്രോപ്പ് ഷിപ്പിംഗ്, എന്നോട് ഒരുപാട് പേര് വന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ബ്രോ എന്റെ കയ്യിൽ ക്യാപിറ്റൽ ഇല്ല, ബട്ട് എനിക്ക് ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്നത്. സോ അതിനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം, ഒരു പോയിന്റ് പോലും മിസ്സാക്കാതെ കാണാം. ഡ്രോപ്പ് ഷിപ്പിംഗ് അല്ലെങ്കിൽ ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗ്, ഇതൊക്കെയായിരിക്കും നിങ്ങൾ നോർമലി കേട്ടിട്ടുണ്ടാവും. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് ഇന്റർനാഷണൽ ഓർഗാനിക് ഡ്രോപ്പ് ഷിപ്പിംഗ്. നൗ ദി ക്വസ്റ്റ്യൻ ഈസ്, എന്താണ് ഓർഗാനിക്, എന്താണ് ഓർഗാനിക് ഡ്രോപ്പ് ഷിപ്പിംഗ്? അതായിരിക്കും നിങ്ങളുടെ ഡൗട്ട്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അവിടെ പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുന്നില്ല, ലൈക്ക് മെറ്റ ആഡ്സ്, ടിക്ടോക്ക് ആഡ്സ് ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഒന്നും കൂടി ഈസി ആയിട്ട് പറഞ്ഞു തരാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മാർക്കറ്റിംഗ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ആബ്സല്യൂട്ട്ലി സീറോ ആയിരിക്കും. സോ ഇത്രത്തോളം പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങളുടെ നെക്സ്റ്റ് ഡൗട്ട് എന്ന് പറയുന്നത് ഇതിന്റെ മാർക്കറ്റിംഗ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതായിരിക്കും. ഇറ്റ്സ് ഈസി. അതായത് നിങ്ങളുടെ സോഷ്യൽ മീഡിയാസ് വഴി ആയിരിക്കും. അതായത് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം വഴി, അല്ലെങ്കിൽ ടിക്ടോക്ക് വഴി, അല്ലെങ്കിൽ ഫേസ്ബുക്ക് റീൽസ് വഴി. വെയിറ്റ്, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ബട്ട് ടിക്ടോക്ക് ഇന്ത്യയിൽ ബാൻ അല്ലേ, അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ നെക്സ്റ്റ് ഡൗട്ട് ഓട്ടോമാറ്റിക്കലി. ഇറ്റ്സ് ഈസി ബ്രോ. അതായത് ഇതിന്റെ വർക്കിംഗ് ഒന്നും കൂടി സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് ഷൂട്ട് ചെയ്യുന്നു, ആ ഷൂട്ട് ചെയ്ത് നിങ്ങൾ എഡിറ്റ് ചെയ്യുന്നു, അത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു, ആൻഡ് ആ ഒരു പോസ്റ്റ് വൈറലാവുന്നു. സോ ആ വൈറലിലൂടെ നിങ്ങൾക്ക് സെയിൽസ് കിട്ടുന്നു. ഇറ്റ്സ് ഈസി. സോ ഇത്രത്തോളം സോഷ്യൽ മീഡിയസിൽ ഏറ്റവും വലിയൊരു മാർക്കറ്റ് എന്ന് പറയുന്നത് ടിക്ടോക്കിലും ഇൻസ്റ്റാഗ്രാമിലും ആയിരിക്കും. സോ കം ടു ദി പോയിന്റ്, ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നില്ല. ലൈക്ക് 50K, 1 lakh, 2 lakh ഒന്നും ഇവിടെ പെയ്ഡ് പ്രൊമോഷൻ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. സോ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് ഇവിടെ പറയുന്നത് നിങ്ങളുടെ ടൈം ആയിരിക്കും. ടൈം ഈസിക്കൽ ടു മണി ഓൾവേസ്. അതായത് നിങ്ങളുടെ ഡെയിലി ആഡ് സ്പെൻഡ് ചെയ്യുന്നതിന് വരും നിങ്ങളുടെ ഡെയിലി ടൈം ആയിരിക്കും സ്പെൻഡ് ചെയ്യുക. സോ അതുവഴിയായിരിക്കും നിങ്ങൾ മാർക്കറ്റ് ചെയ്യുക. ആൻഡ് റിമെമ്പർ, നിങ്ങൾ എത്രത്തോളം ടൈം ആയിരിക്കും ഡെയിലി ഇൻവെസ്റ്റ് ചെയ്യുക, അത്രത്തോളം ക്വിക്ക് ആയിരിക്കും നിങ്ങൾക്ക് റിസൾട്ട് മേക്ക് ചെയ്യാൻ പറ്റും. സോ ഇന്റർനാഷണൽ ഓർഗാനിക് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ഇന്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ആണ് ചെയ്യുന്നത്. സോ നിങ്ങൾ ഏൺ ചെയ്യുന്നതും USD ആയിരിക്കും. ഏണിംഗ് ഇൻ USD ആൻഡ് സ്പെൻഡിംഗ് ഇൻ INR, which is a lot of money for Indian people. സോ ഇതിന്റെ നെക്സ്റ്റ് മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇതിന്റെ പ്രോഫിറ്റ് മാർജിൻ ആണ്. നിങ്ങൾ നോർമലി അഡ്വർടൈസ്മെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ് ടു 20-25 വരെയൊക്കെയാണ് നിങ്ങൾക്ക് പ്രോഫിറ്റ് മാർജിൻ കിട്ടുക. ആൻഡ് അത് നിങ്ങൾ ബ്രാൻഡ് ഡ്രോപ്പ് ഷിപ്പിംഗ് ആണ് പെയ്ഡ് മാർക്കറ്റിൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അപ് ടു 40-45 ഒക്കെ എത്തിക്കാൻ പറ്റും. എന്നാൽ നിങ്ങൾക്ക് ഓർഗാനിക് മാർക്കറ്റിൽ പ്രോഫിറ്റ് പെർസെന്റ് എന്ന് പറയുന്നത് 80% എത്തിക്കാൻ പറ്റും. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ആകെ ഇവിടെ വരുന്ന പേയ്മെന്റ് എന്ന് പറയുന്നത് സപ്ലൈസിനുള്ള കോസ്റ്റ് മാത്രമേ ഉണ്ടാവും. കാരണം നിങ്ങൾ ഇവിടെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങളുടെ ടൈമാണ്. ബിക്കോസ് നിങ്ങളുടെ പെയ്ഡ് മാർക്കറ്റിംഗ് ചെയ്യുന്നില്ല, നിങ്ങളുടെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയസ് ആയിരിക്കും, വിച്ച് മീൻസ് ഫ്രീ ഫോർ യു ഗൈസ്. അതായത് നിങ്ങളൊരു $40 പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് $10 സപ്ലയറിനുള്ള ഫീസും വരുന്നെങ്കിൽ ബാക്കി $30 ഉണ്ടാവല്ലോ. സോ ഈ ഒരു $30 എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പോക്കറ്റാണ്. ഇവിടെ ഒരു എക്സ്ട്രാ ഹിഡൻ കോസ്റ്റും വരുന്നില്ല. ഇതിലാകെ എനിക്കൊരു നെഗറ്റീവ് തോന്നിയത് എന്താ വെച്ചാൽ, നമ്മൾ ഇന്ത്യയിലായതുകൊണ്ടാണ്. അതായത് ഒരു വൈറൽ പ്രൊഡക്റ്റ് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് ഓർഡർ ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടേക്ക് എത്തില്ല, ബിക്കോസ് ഇന്ത്യയിലേക്ക് ഒരു ഡെലിവറി ഡിലേ വരുന്നു. സോ എങ്ങനെ ഒരു ഓർഗാനിക് മാർക്കറ്റിംഗ് വർക്ക് ചെയ്യും എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ് എന്ന് പറയുന്ന സമയത്ത് അതിന്റെ മെയിൻ പില്ലർ എന്ന് പറയുന്നത് അതിന്റെ പ്രൊഡക്റ്റ് ആണ്. സോ ഇതിന്റെ കാര്യത്തിൽ നമുക്ക് മെയിൻ തന്നെ പ്രൊഡക്റ്റ് ആയിരിക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുകയാണ്. സോ പ്രൊഡക്റ്റ് റിസർച്ചിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് ബേണിംഗ് അക്കൗണ്ട് ആണ്. എന്താണ് ബേണിംഗ് അക്കൗണ്ട് ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് നിങ്ങൾക്ക് ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാം കാര്യങ്ങളൊക്കെ ഒരു ബേണിംഗ് അക്കൗണ്ടിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാം. അത് നിങ്ങൾക്ക് അഡ്വർടൈസ്മെന്റിനായിക്കോട്ടെ, നിങ്ങൾക്ക് ഓർഗാനിക്കിനായിക്കോട്ടെ. ഞാൻ പ്രൊഡക്റ്റ് റിസർച്ചിൽ ലൈവായിട്ട് കാണിച്ചു തരാം. അതായത് ടിക്ടോക്ക് ബേണിംഗ് അക്കൗണ്ട് കാണിച്ചു തരാം, ടിക്ടോക്ക് അല്ല സോറി ഇൻസ്റ്റാഗ്രാം കാണിച്ചു തരാം. ആൻഡ് എന്താണ് ബേണിംഗ് അക്കൗണ്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. ഇതെന്റെ ബേണിംഗ് അക്കൗണ്ട് ആണ് ഇൻസ്റ്റാഗ്രാം. ആൻഡ് ഇതിൽ ഞാൻ എങ്ങനെ സ്ക്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എനിക്ക് പ്രൊഡക്റ്റ് ആയിരിക്കും റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, സോ ഇതാണ് ബേണിംഗ് അക്കൗണ്ട്. നിങ്ങൾക്ക് പ്രൊഡക്റ്റ് മാത്രമായിരിക്കും റെക്കമെൻഡേഷൻ വരിക. സോ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് റിസർച്ച് എന്ന് പറഞ്ഞാൽ ഈസി ആയിരിക്കും. സോ ഒരു ബേണിംഗ് അക്കൗണ്ടിന്റെ അഡ്വാൻറ്റേജ് ഒന്നും കൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വൈറൽ ആവുന്ന പ്രൊഡക്ട്സ് മാത്രമേ ഇതിൽ റെക്കമെൻഡേഷൻ വരൂ. അതായത് എന്ത് പ്രൊഡക്റ്റ് ആണ് ഇപ്പോൾ മാർക്കറ്റിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്, വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത്, ആ ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ ഹോം പേജ്, അതായത് ഫോർ യു പേജ് അല്ലെങ്കിൽ നിങ്ങളുടെ റീൽ സെക്ഷനിൽ വന്നുകൊണ്ടിരിക്കും. സോ ബേണിംഗ് അക്കൗണ്ടിന് ഒരു അഡ്വാൻറ്റേജ് കൂടി ഞാൻ പറഞ്ഞുതരാണെന്ന്, നിങ്ങൾക്ക് ഓൾവേസ് വൈറൽ പ്രൊഡക്ട്സ് മാത്രമായിരിക്കും റെക്കമെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. സോ നിങ്ങളെ പ്രൊഡക്റ്റ് റിസർച്ച് എന്ന് പറയുന്നത് 99% ഫാസ്റ്റ് ആയി. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചു ആൻഡ് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കാനാണ്. വിച്ച് മീൻസ് നിങ്ങൾ ഇന്ത്യയിലാണ് ലീവ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ചൈനയിൽ നിന്ന് ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കരുതും. ബിക്കോസ് നിങ്ങൾക്ക് ആ ഒരു വൈറലായ പ്രൊഡക്റ്റ് നേരപ്പം ഇവിടുത്തെ ഇന്ത്യൻ ആമസോണിലോ അല്ലെങ്കിൽ ഇന്ത്യൻ സപ്ലൈസിന്റെ അടുത്തോ ഫ്ലിപ്കാർട്ടിലോ ഒന്നും അവൈലബിൾ ആയിരിക്കില്ല. സോ നിങ്ങൾ ഡയറക്റ്റ് ചൈനയിൽ നിന്ന് നിങ്ങൾക്ക് ഇന്ത്യയിലേക്ക് എത്തിക്കേണ്ടി വരും. ആൻഡ് ദ തേർഡ് സ്റ്റെപ്പ് ഈസ് അക്കൗണ്ട് ക്രിയേഷൻ. അതായത് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിന് വേണ്ടി മൾട്ടിപ്പിൾ സോഷ്യൽ മീഡിയസ് വഴി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് USA UK സ്പെയിൻ, ജർമ്മനി, അങ്ങനെ എന്റെ ടാർഗറ്റിംഗ് ലൊക്കേഷൻ വെച്ചിട്ട് ഞാൻ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യും. ആൻഡ് ദ ഫോർത്ത് സ്റ്റെപ്പ് ഈസ്
നിങ്ങൾ ആ സോഷ്യൽ മീഡിയ സൈറ്റ് പോസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക. അതായത് നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ വീഡിയോസ് നിങ്ങൾ തന്നെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ട് ഡെയിലി 2-3 വീഡിയോ വെച്ചിട്ട് അതിൽ പോസ്റ്റ് ചെയ്യാം. സോ നിങ്ങൾക്ക് ഡെയിലി ഒരു 5 വീഡിയോ 10 വീഡിയോ ഒക്കെ ഡെയിലി ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈറലാവാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഹൈ. സോ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ വീഡിയോ വൈറലാവാൻ തുടങ്ങുന്നു. സോ ആ സമയം നിങ്ങൾ ഷോപ്പിഫൈയിൽ നിങ്ങളുടെ സ്റ്റോർ ക്രിയേറ്റ് ചെയ്യുന്നു ആൻഡ് ആ ഒരു സ്റ്റോറിന്റെ ഡൊമൈൻ നിങ്ങൾ നിങ്ങളുടെ ബയോയിൽ കൊടുക്കുന്നു. ഇറ്റ്സ് ഈസി. നിങ്ങളുടെ വീഡിയോ വൈറലാവുന്നു ആൻഡ് കസ്റ്റമേഴ്സ് നിങ്ങളുടെ ലിങ്ക് കാണുന്നു, ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു ആൻഡ് നിങ്ങളുടെ സ്റ്റോറിൽ കയറുന്നു ആൻഡ് സ്റ്റോറിൽ നിന്ന് സെയിൽസ് വരുന്നു. സോ ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഈസി ആയിട്ട് തോന്നും. എന്നാൽ ഇതിൽ ഓരോ മൈന്യൂട്ട് കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ പ്രോപ്പറായിട്ട് സ്ട്രക്ചർ ചെയ്തില്ല, പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്യൂസ് വരും. ലൈക്ക് നിങ്ങളുടെ അക്കൗണ്ട് ബാൻ ആവുക, നിങ്ങളുടെ അക്കൗണ്ട് സസ്പെൻഡ് ആവുക, അല്ലെങ്കിൽ നിങ്ങളുടെ കൺട്രി ടാർഗറ്റിംഗ് ഇഷ്യൂ വരിക, റൈറ്റ് ഓഡിയൻസ് റീച്ച് ആവുന്നില്ല, അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. സോ അത് നിങ്ങൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കണം. ഇവിടെ നിങ്ങൾക്ക് എന്താ ഇഷ്യൂ വരുന്നത് വെച്ചാൽ നിങ്ങളുടെ ടൈം വേസ്റ്റ് ആവും. കാരണം നിങ്ങൾ റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് ഇറ്റ്സ് കംപ്ലീറ്റ്ലി സീറോ ബെനിഫിറ്റ്. സോ സീറോ ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങൾക്ക് ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഫുൾ ഗൈഡൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി ആൻഡ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ ഒരുപാട് പേര് ഇന്റർനാഷണൽ മാർക്കറ്റ് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് വരുന്ന ഇഷ്യൂ ആണ് പേപാൽ അക്കൗണ്ട് ബാൻ ആവുക, അല്ലെങ്കിൽ അവർക്ക് സ്ട്രൈപ്പ് ഇന്ത്യയിൽ ആക്ടിവേഷൻ കിട്ടുന്നില്ല, ഓക്കെ, അല്ലെങ്കിൽ അവർക്ക് ബിസിനസ് എങ്ങനെ പുറത്ത് രജിസ്റ്റർ ചെയ്യണം, LLC എങ്ങനെ രജിസ്റ്റർ ചെയ്യണം എന്ന് അറിയില്ല. സോ അതിലൊരു പ്രാക്ടിക്കൽ ഗൈഡൻസ് വരുന്നുണ്ട്. സോ വീഡിയോ മിസ്സാവുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, അല്ലെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്തോ. കാരണം അവരൊക്കെ ചിലപ്പം എയിം ചെയ്യുന്നുണ്ടാവാം ബിസിനസ് രജിസ്റ്റർ എന്നൊക്കെ. സോ ഡ്രോപ്പ് ഷിപ്പിംഗ് മാത്രമല്ല, നിങ്ങൾ ഏത് ഫ്രീലാൻസിംഗ് ആയിക്കോട്ടെ, വേറെ ഏത് ബിസിനസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് പുറത്ത് ബിസിനസ് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഹെൽപ്പ് ചെയ്യും. സോ അത് മിസ്സാക്കണ്ടാക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു. ദാറ്റ്സ് ഓൾ ആൻഡ് ബൈ.